ഹലോ ഫ്രണ്ട്സ്, പ്രിയ അധ്യാപക സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്ലി PSCയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളുടെ LP-UP സിലബസിൽ മലയാളത്തിന് 3 സെക്ഷനാണുള്ളത്: സാഹിത്യപരം, ഭാഷാപരം, ബോധനശാസ്ത്രം. അതിൽ രണ്ടാമത്തെ സെക്ഷനായ ഭാഷാപരമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് കാലം, ലിംഗം, വചനം, വാക്യഘടന, അനുപ്രയോഗം, വെള്ളേക്കുള്ള ഫുൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവര് കാണണം. ഇന്ന് നമ്മള് അർത്ഥബോധം എന്നൊരു സെക്ഷനാണ് എടുക്കുന്നത്. അപ്പൊ അർത്ഥബോധത്തില് പദങ്ങള്, ശൈലികള്, പ്രയോഗങ്ങള്, വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭം, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ PSC ചോദിച്ച കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. പിന്നെ അതിൽ വരുന്ന ശൈലികൾ, കുറെ ശൈലി ഉണ്ടല്ലോ, അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഈ വീഡിയോയുടെ പുറകെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഭാഷാപരത്തിന്റെ റിവിഷനും മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം: ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പൂ, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നതോ നാണയത്തുട്ടുകളാണു പോലും. ഏത് കഥാപാത്രത്തിന്റെയാണ് ഈ വരികൾ? അപ്പൊ ഇത് ചങ്ങമ്പുഴയിലെ രമണനിലെ വരികളാണ്. അപ്പൊ രമണനിലെ കഥാപാത്രം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. രമണനിലെ കഥാപാത്രം ഏതാണ്? രമണൻ, ചന്ദ്രിക, ഭാനുമതി ഒക്കെയാണ്. അപ്പൊ അതില് ചന്ദ്രികയാണ് പറയുന്നത്. അപ്പൊ ചന്ദ്രിക രമണനുമായിട്ട് പ്രേമത്തിലാണ്. അപ്പൊ അത് മറ്റ് ബന്ധുജനങ്ങളൊന്നും അതിന് സമ്മതിക്കുന്നില്ല. അപ്പൊ ചന്ദ്രികയുടെ അഭിപ്രായത്തില് ബന്ധുജനങ്ങളെല്ലാം ഈ പ്രേമത്തിനെ എതിർക്കാണ്. അവര് പ്രേമത്തെ അളക്കുന്നത് നാണയത്തൂട്ടുകളായിട്ടാണ്. അതായത് രമണന് പൈസയൊന്നും ഇല്ലല്ലോ, അപ്പൊ പൈസ ഇല്ലാത്തവരായിട്ട് പ്രേമം വേണ്ട, അങ്ങനെ ഒരു രീതിയിൽ എതിർക്കുകയാണ് എന്നൊരു അഭിപ്രായമാണ് ആര് പറഞ്ഞത്? ചന്ദ്രിക പറഞ്ഞത്. രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ, ഇതെല്ലാം രമണനിലെ കഥാപാത്രങ്ങളാണ്. അടുത്ത SCRT-യിൽ നിന്ന് PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ഏതിലെ വരികയാണ്? നളിനിയിലെ വരികയാണ്. നളിനി എഴുതിയതാരാണ്? കുമാരനാശാനാണ്. അപ്പൊ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ, മറ്റുള്ളവർക്ക് ത്യാഗങ്ങൾ ചെയ്ത് ആണ് സ്വന്തം ജീവിതം ധന്യമാക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് വരികൾ വന്നേക്കുന്നത്. അപ്പോ നളിനിയിലെ വരികളാണ്. നളിനിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നളിനിയും ദിവാകരനും. നളിനിയും ദിവാകരനും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷം ദിവാകരൻ നാട് വിട്ടു പോവുകയാണ്. നളിനിക്ക് പ്രണയമുണ്ട്. അപ്പൊ നളിനിക്ക് വിവാഹപ്രായമാകുമ്പോൾ അവൾ ദിവാകരനെ തിരക്കി പോവുകയാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നു. അപ്പോൾ ദിവാകരൻ ഒരു താപസനായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പൊ നളിനി പോയി തന്റെ ആ ആഗ്രഹം പറയുകയും ദിവാകരൻ അതിനെ അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ആ സമയത്ത്. അപ്പൊ അതൊക്കെയാണ് ആ ഒരു കാവ്യസന്ദർഭം എന്ന് പറയുന്നത്. അപ്പൊ നളിനി എഴുതിയത് കുമാരനാശാനാണ്. അതുപോലെ ലീല, കരുണ, നളിനി, ചണ്ടാല ഭിക്ഷുകി, ഇതെല്ലാം എഴുതിയത് കുമാരനാശാനാണ്. അതുപോലെ മാതങ്കിയുടെ കഥ പറയുന്ന കൃതിയാണ് ഏത്? ചണ്ടാല ഭിക്ഷുകി. കരുണയിലെ കഥാപാത്രമാരാണ്? വാസവദത്തയാണ്. അതുപോലെ കരുണയിലെ വരികളാ: വിശപ്പിന്നു വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാമാർക്കും. കരുണയിലെ വരികളാണത് കേട്ടോ. അടുത്തത് SCRT-യിൽ നിന്ന് വീണ്ടും ചോദ്യം വന്നേക്കാണ്. ചക്ഷുശ്രവണകൾ അസ്തമാം ദർദുരം ഭക്ഷണത്തിന്റെ അപേക്ഷിക്കുന്നത് പോലെ. ഈ വരികളിൽ അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ സമാന പദം ഏതാണ്? ചക്ഷുശ്രവണൻ, ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നവൻ. ചക്ഷുസ് കണ്ണാണ്, കണ്ണുകൊണ്ട് ശ്രവിക്കുന്നവൻ ആരാണ്? പാമ്പാണ്. അപ്പൊ ചക്ഷുശ്രവണൻ പാമ്പാണ്. ചക്ഷുശ്രവണൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പാമ്പാണ്, പാമ്പ്. ഇനി ദർദുരം എന്താണ്? ദർദുരം തവളയാണ്. അടുത്ത ചോദ്യം: ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉത്തരം എന്ന് പറയുന്ന ഇതാണ്: ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും. ഇരുമ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ ചീത്തയായി പോകും. അറിവ് അതുപോലെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകും. അപ്പൊ നിങ്ങൾ തന്നെ പഠിച്ച് വെച്ചിട്ട് അനക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ? കുറച്ച് കഴിയുമ്പോൾ മറന്നു പോവില്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം പഠിക്കുന്ന കാര്യങ്ങൾ. അടുത്ത ചോദ്യം: അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക. ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ബുക്കിന്റെ ക്ലാസ്സും SCRT ക്ലാസ്സും പിന്നെ ഇതിന് ശേഷം ഇറങ്ങിയ മലയാളം PYQന്റെ ക്ലാസ് ഒക്കെ 1 ഇയർ വാലിഡിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങുന്നവർ 22 രൂപയും കൂടെ നമ്മുടെ ആപ്പിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ജനറൽ PSC, LDC, CPO, ടൈപ്പിസ്റ്റ്, ഡിഗ്രി ലെവലിന്റെ ഒക്കെ മലയാളം ക്ലാസ് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിലുണ്ട്. മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അടുത്തത്: അഹമഹമികയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നൂത. അപ്പൊ അഹമഹമികയ എന്ന പ്രയോഗത്തിന്റെ ആശയം
അപ്പൊ ഇതുപോലെ കവിതയൊക്കെ തന്നിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളുടെ അർത്ഥം ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന അഹമഹമികയ എന്ന് വെച്ചാൽ ഞാൻ മുന്നേ എന്ന ഭാവത്തിൽ പാവകജ്വാല, പാവകൻ എന്താണ്? അഗ്നിജ്വാലകൾ എന്ത് ചെയ്യാണ്? അമ്പരത്തോളം ഉയർന്നു ചെല്ലുകയാണ്. ഇങ്ങനെ സന്തോഷത്തോടെ. അതായത് ഹനുമാൻ ലങ്കാദഹനം നടത്തിയപ്പോൾ ലങ്ക കത്തിച്ചാമ്പലായല്ലോ. അപ്പൊ അത് ദേവലോകത്തെ അറിയിക്കാൻ വേണ്ടി അവിടുത്തെ അഗ്നിജ്വാലകൾ ഞാൻ മുന്നേ എന്ന ഭാവത്തിൽ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്നൊരർത്ഥമാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ കത്തിച്ചാമ്പലായി വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അഹമഹമികയ ഞാൻ മുന്നേ എന്ന ഭാവത്തില് പാവകജ്വാലകൾ ആകാശത്തിലേക്ക് ഉയർന്നു ചെല്ലുകയാണ് എന്നർത്ഥം. അപ്പൊ അഹമഹമികയ അർത്ഥം എന്താണ്? ഞാൻ മുൻപേ. അർത്ഥവ്യത്യാസം. കന്ധരം ഗുഹയാണ്. കന്ധരം അർത്ഥത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ. എന്തുവാ കന്ധരം എന്നാണ്? കഴുത്ത്. ഓർത്ത് വെക്കാൻ വേണ്ടി എന്റെ കഴുത്ത് ഓർത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലേ, ആക്ഷൻ ഇട്ട് കാണിച്ചു. എന്റെ കഴുത്ത് ഇങ്ങനെ ടയർ പോലെ ഒരു സംഭവം ഇങ്ങനെ പിരിഞ്ഞ് ശംഖ് പോലത്തെ ഒരു പരം കഴുത്താണ് എനിക്കുള്ളത്. അപ്പൊ ഈ ഇന്താ കണ്ടോ, അതുപോലെ ഇങ്ങനെ പിരിഞ്ഞിട്ട് ആ പോലെ ഇരിക്കുന്ന ഒരു തരം ഇന്തായല്ലേ, എന്റെ കഴുത്ത് പോലല്ലേ. അപ്പൊ അങ്ങനെ ഓർക്കാം. കന്ധരം എന്താണ്? കഴുത്താണ്. കന്ധരം കഴുത്ത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. കന്ധരം കഴുത്ത്. മറ്റെന്താ? കന്ധരം ഗുഹ പോലല്ല എന്തായിരിക്കുന്നേ? നോക്കിക്കേ, ഗുഹ ഇങ്ങനല്ലേ ഇരിക്കുന്നേ? അല്ല, അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു 2 വാതിലുള്ള ഗുഹ പോലത്തെ ഇന്താ വന്നാല് ഗുഹ എന്നുള്ള കന്ധരം. മറ്റത് ഇങ്ങനെ വളഞ്ഞു പടലി കഴുത്ത് പോലെ ഇരിക്കുന്നത് വന്നാല് കഴുത്ത്. ഇനി അടുത്താണ് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം. ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാങ്കല്പിക നഗരമാണ്. അപ്പൊ അവിടെ ജനങ്ങൾ വളരെ സന്തോഷത്തോടാണ് ഇരിക്കുന്നത്. ഒരു ഡോറൊന്നും അടയ്ക്കാറില്ല. എല്ലാവരും വളരെ സന്തോഷത്തോടെ, മോഷണമില്ല, കള്ളത്തരമില്ല, യുദ്ധമില്ല. അതൊക്കെ എന്താ? ഇമ്പോസിബിൾ ആണ് അല്ലെ. അപ്പൊ ഉട്ടോപ്യ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രായോഗികമല്ലാത്തത് എന്നാണ് ആൻസർ. ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആൻസർ പ്രായോഗികമല്ലാത്തത്. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം. സിംഹഭാഗം എന്ന് വെച്ചാൽ ഒരു മുക്കാഭാഗം, അതായത് മുഴുമിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളത്. അതായത് മുക്കാലും തിന്നു എന്നൊക്കെ പറയില്ലേ, കഴിച്ചു എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതാണ് സിംഹഭാഗം എന്ന് വെച്ചാല് വലിയ ഭാഗം എന്നാണ് അർത്ഥം കേട്ടോ. സിംഹഭാഗം വലിയ ഭാഗം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശ്ലോകം ചൊല്ലുക എന്ന് വെച്ചാൽ എന്താ? ഒരു വലിയ കുറെ കാര്യം പറയുന്നതിന് പകരം അത് ക്യാപ്സോ ആയിട്ട് 1-2 വരികളിൽ പറയുന്നതാണല്ലേ ശ്ലോകം എന്ന് വെച്ചാൽ എന്താ? ചുരുക്കുക എന്നല്ലേ അർത്ഥം. അപ്പൊ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാല് വളരെ ചുരുക്കി ചെയ്യുക എന്നൊരർത്ഥമാണ് വരുന്നത്. വളരെ ചുരുക്കി ചെയ്യുക, ശ്ലോകത്തിൽ കഴിക്കുക. ഏറെ ചുരുക്കുക എന്നൊക്കെ ഓപ്ഷനിൽ കാണാറുണ്ട്. അടുത്ത ദീപാവളി കുളിക്കുക. ദീപാവളി കുളിക്കുക എന്ന് വെച്ചാല് ധൂർത്തടിച്ച് നശിപ്പിക്കുക. ഇപ്പൊ ദീപാവലി സമയത്ത് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, പടക്കമൊക്കെ പൊട്ടിച്ച്, ഒത്തിരി ഡ്രസ്സൊക്കെ എടുത്ത്, ഒത്തിരി സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് അങ്ങോട്ട് ധൂർത്തടിക്കുക അല്ലെ. അതിന് ശേഷം എന്താ? പൈസ ഒന്നും ഇല്ലാതെ ഞെരുങ്ങിപ്പോകും അല്ലെ. അപ്പൊ ദീപാവലി കുളിക്കുക എന്നൊരു ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ധൂർത്തടിച്ച് നശിപ്പിക്കുക. അപ്പൊ ഈ ശൈലിയുടെ അർത്ഥം പറഞ്ഞിരിക്കണം എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ ശൈലിയുടെ പാർട്ട് 1, പാർട്ട് 2 ക്ലാസ് ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യും. അതും കൂടെ കാണണം കേട്ടോ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന കവിതാഭാഗത്തെ വർണ്ണനയെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നുവാടി മുഖാംബുജം ബാലന് പിന്നെയൽപ്പം തുടുത്തു കവിൾത്തടം ചഞ്ചലമായി ചിത്തം. ചിത്തം എന്താണ്? മനസ്സാണ്. ചഞ്ചലമായി ചിത്തം വിറകൊണ്ട് ചെഞ്ചൊടികൾ അഭിമാന ഭംഗത്താൽ അമ്മ തന്നുള്ളുരുക്കുമാറേന്തിയ കൺമുനകളിൽ തപ്താശ്രു ബിന്ദുക്കൾ. അപ്പോ ഇത് വായിച്ചപ്പോൾ ഒരു കുട്ടിയുടെ കുറച്ച് ഭാവങ്ങളല്ലേ നമുക്ക് മനസ്സിലായത്. അപ്പോ ഇതിൽ നിന്ന് എന്താണ് പ്രസ്താവന എന്ന് നമുക്ക് നോക്കാം. കുഞ്ഞിന്റെ സന്തോഷം കാണിക്കുന്നു. സന്തോഷമൊന്നും അല്ല എന്തായാലും. കാരണം എന്താ? വാടി മുഖാംബുജം. അപ്പൊ മുഖം വാടി എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. വിറ കൊണ്ടു എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തോ ദുഃഖമാണ്. അടുത്തത്, കുഞ്ഞിന്റെ അഭിനയം വർണ്ണിക്കുന്നു. കുഞ്ഞെന്നാലും അഭിനയിക്കുന്നില്ലല്ലോ. അടുത്തത്, കുഞ്ഞിന്റെ അവസ്ഥ സൂക്ഷ്മമായി വർണ്ണിക്കുന്നു. അതെ, കുഞ്ഞ് അനുഭവിച്ച അവന്റെ അവസ്ഥ സൂക്ഷ്മമായി വർണ്ണിച്ചേക്കല്ലേ ഈ വരികളില്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നശിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി. ഇതിൽ നശിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ഏതാ? കുഴിയിൽ ചാടിക്കുക, ചതിക്കുക എന്നർത്ഥം. കച്ച കെട്ടുക, പുറപ്പെടുക, ഒരുങ്ങുക എന്നർത്ഥം. കണ്ണിൽ മണ്ണിടുക, ചതിക്കുക എന്നർത്ഥം. കുളങ്കോരുക, നശിപ്പിക്കുക എന്നർത്ഥം. കുളങ്കോരുക, നശിപ്പിക്കുക എന്നർത്ഥമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത, ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗം എന്താണ്? ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. അത് തന്നെ, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. അപ്പൊ അവിടെ എന്താണ്?
ഒത്തിരി പാചകക്കാരുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പ് സ്പോയിലായി പോകും, സൂപ്പ് കുളമായി പോകുന്നർത്ഥം. ആ സെയിം മീനിങ്ങിൽ വരുന്നത് ആളേറിയാൽ പാമ്പ് ചാകില്ല. ഇനി ബാക്കി ഓപ്ഷൻ നോക്കിയേ. ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. അധികമായാൽ അമൃതം വിഷം എന്നൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. പിന്നെ യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡ് വി ഫോൾസ്, അതായത് ഐകമത്യ മഹാബലം എന്നൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുമ്പോൾ പയ്യെ തിന്നാം പനയും തിന്നാം എന്നാണ്. അടുത്ത് നോക്കിയേ. യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക, കൊത്തും കോള് വെക്കുക, കണ്ണട ചിരുട്ടാക്കുക, ഒഴുക്കത്ത് വാലാട്ടുക. അപ്പൊ യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുന്നത് എന്താണ്? കണ്ണട ചിരുട്ടാക്കുക. കാരണം യഥാർത്ഥത്തിലല്ല, നടിക്കുക എന്ന ഒരു രീതിയിലാണ് വരുന്നത് അല്ലെ. അപ്പൊ കണ്ണട ചിരുട്ടാക്കുക ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്ന വെച്ചാൽ എന്താ? ദുഷ്ടത്തരം ചെയ്ത് അതിന്റെ ഫലം കിട്ടുന്ന ഒരു അർത്ഥത്തിലല്ലേ നമ്മളത് പ്രയോഗിക്കുന്നത്. അതായത് ദുഷ്പ്രവർത്തിക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടുമെന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ ആണ്. ദുഷ്പ്രവർത്തിക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം മുൻകാല ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇനി ശൈലി ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.